ഇന്ന് നമുക്ക് ഒരു 6 മിറാക്കിൾ മോർണിംഗ് റൊട്ടീനെ പറ്റി പഠിച്ചാലോ? അതിൽ ഒന്നാമത്തത് സൈലൻസ് ആണ്. സൈലൻസ് എന്ന് പറയുന്നത് അതൊരു പ്രാർത്ഥനയാകാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആകാം, അല്ലെങ്കിൽ കുറച്ച് സമയം ചുമ്മാ നിങ്ങൾ ഇരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാകാം. അങ്ങനെ എന്തുമാകാം. രാവിലെ ഉണർന്ന് കുറച്ച് സമയം നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തിരിക്കുക. നമുക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം വിടാതെ ചെലവഴിക്കുക. അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് അഫർമേഷൻ. അഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതാണ് അഫർമേഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം കോൺഫിഡൻറ്റ്, അങ്ങനെ പറയാം. ഇല്ലെങ്കിൽ എനിക്ക് ഇത്ര സാലറി കിട്ടിയതിന് നന്ദി. ഇങ്ങനെ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്നതാണ് അഫർമേഷൻ. അടുത്തത് വിഷ്വലൈസേഷൻ ആണ്. വിഷ്വലൈസേഷൻ ഇതേപോലെ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അത് നടന്നു കഴിഞ്ഞു എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ്. നമ്മുടെ മനസ്സിനുള്ളിൽ അത് നമ്മൾ അങ്ങനെയാണ് ഓർക്കുന്നത്. നമ്മൾ അത് നടന്നു കഴിഞ്ഞു, ഓൾറെഡി നമുക്കത് കിട്ടി എന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്, നമ്മൾ അത് ഇമാജിൻ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ജോലിയാണുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടതെങ്കിൽ നിങ്ങൾ രാവിലെ റെഡിയായി ആ ജോലിക്ക് വേണ്ടി പോകുന്നു, ഓഫീസിൽ ചെന്നിട്ട് നിങ്ങളുടെ കൊളീഗ്സിനോട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണുന്നതാണ് വിഷ്വലൈസേഷൻ. അടുത്തത് എക്സസൈസ് ആണ്. ഈ പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അധികം സമയം ചെലവഴിക്കണം എന്നില്ല. നമുക്ക് എന്തുമാത്രം സമയം ചെയ്യാൻ പറ്റുന്നോ അത്രയും സമയം ചെയ്യാം. അതൊരു 5 മിനിറ്റ് ആകും, 10 മിനിറ്റ് ആകും. ഇനി സമയം കുറച്ച് കൂടുതലുള്ളവരാണെങ്കിൽ ഹാഫ് ആൻ അവർ, 1 അവർ, നമ്മുടെ സമയത്തിനനുസരിച്ച് ഇത് ചെയ്യേണ്ടതാണ്. പിന്നെ എക്സസൈസ് അതൊന്ന് നടന്നിട്ട് വരുന്നതാകാം, അല്ലെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ ഇട്ടിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുന്നതാകാം. അത് വലിയ ഇത് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് പറ്റുന്നോ അതനുസരിച്ചിട്ട് സമയവും അതനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ്. നെക്സ്റ്റ് വന്ന് റീഡിംഗ് ആണ്. റീഡിങ്ങിൽ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ കണ്ടുപിടിച്ച് അത് റീഡ് ചെയ്യുക. അതൊരു 1 പേജ് ആകാം, അല്ലെങ്കിൽ 10 പേജ് ആകാം. വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കുറേ പേജ് ഒന്നിച്ചിരുന്ന് വായിക്കാം. ഇല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് അല്ലെ 1 പേജ് വെച്ചെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. ലാസ്റ്റ് വന്ന് സ്ക്രിബ്ബിംഗ് ആണ്. സ്ക്രിബ്ബിംഗ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ജേണൽ ചെയ്യുന്നതിനെയാണ് സ്ക്രിബ്ബിംഗ് മീൻ ചെയ്യുന്നത്. ഇപ്പം ജേണലിംഗ് എന്ന് പറയുന്നത് എന്തുമാകാം. നമുക്ക് എന്ത് വേണോ അത് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാകാം. അങ്ങനെ എന്തും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചാലും മതി. അതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മുടെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം നാളെ മുതൽ എല്ലാവരും നമ്മുടെ ഈ മോർണിംഗ് റൊട്ടീൻ, മിറാക്കിൾ മോർണിംഗ് റൊട്ടീൻ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും.